യഥാർത്ഥത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ വിവിധ ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ അനുദിനം അനിശ്ചിതത്വം തുടരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അതിന്റെ പ്രതിഫലനമാണിത്. എപ്പോഴും സമ്പദ് വ്യവസ്ഥയിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് സുരക്ഷിത നിക്ഷേപ മാർഗങ്ങൾ അന്വേഷിക്കുന്നത്. അങ്ങനെ സുരക്ഷിത നിക്ഷേപ മാർഗങ്ങൾ ഏത് എന്ന് അന്വേഷിക്കുന്നതിന്റെ ഫലമായിട്ടാണ് സ്വർണത്തിലേക്കൊക്കെ ഈ സമ്പാദ്യ മിച്ചമുള്ളവർ നിക്ഷേപിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഓരോ ദിവസവും ഈ സാമ്പത്തിക രംഗത്ത് ലോക രാഷ്ട്രീയ രംഗത്തും ഒക്കെ തന്നെ അനിശ്ചിതത്വവും പ്രതിസന്ധിയും ഒക്കെ വർദ്ധിക്കുന്നതല്ലാതെ അത് കുറയുന്ന ഒരു ചിത്രവും നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ഗസയില് പശ്ചിമേഷ്യയിൽ ഒരു സമാധാന കരാറൊക്കെ ഉണ്ടായി. അപ്പോൾ അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ചെറിയൊരു കുറവ് ആ ദിവസങ്ങളിൽ ഉണ്ടായി. പക്ഷെ എങ്കിലും ഇന്നിപ്പം നമ്മൾ അറിയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ചൈനീസ് ഇമ്പോർട്ട്സിന്റെ ഒക്കെ മുകളിൽ 100% ടാരിഫ് ഏർപ്പെടുത്താൻ പോകുന്നത് നവംബർ 1 മുതൽ അത് പ്രാബല്യത്തിൽ വരുമെന്നാണല്ലോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പുറത്തു വരുന്ന വാർത്തകൾ. അതോടൊപ്പം തന്നെ ചൈനയിലേക്കുള്ള ഈ ഹൈടെക് സോഫ്റ്റ്വെയറുകളുടെയൊക്കെ എക്സ്പോർട്സിന്റെ മുകളിൽ കയറ്റുമതിയുടെ മുകളിൽ അമേരിക്ക നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. അപ്പൊ ഇത് രണ്ടും നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് ഉള്ള കയറ്റുമതിയായിട്ടുള്ള ഈ റെയർ എർത്ത് മിനറൽസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ചൈന അതിന്റെ സപ്ലൈ ചെയിൻ മുഴുവൻ ചൈനയാണ് നിയന്ത്രിക്കുന്നത്. വിവിധ മാഗ്നറ്റുകൾ അടക്കമുള്ള ഈ റെയർ എർത്ത് മെറ്റൽസ് എല്ലാം ചൈനയുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ അത് അമേരിക്കയ്ക്ക് മുമ്പ് ചൈനയിൽ നിന്ന് അത് ഇറക്കുമതി ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വ്യാപാര തർക്കങ്ങളൊക്കെ വന്നതിന് ശേഷം ചൈന അത് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പൊ അത് ഇപ്പോ പറയുന്നത് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി ഒരു കാരണവശാലും അമേരിക്കയിലേക്ക് വഴിമാറി പോകുന്നില്ല എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ഇപ്പോൾ അത് കയറ്റുമതി ചെയ്യുള്ളൂ എന്നാണ് ചൈനയും പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് അനിശ്ചിതത്വവും പ്രതിസന്ധിയും എല്ലാം തുടരുകയാണ്. യഥാർത്ഥത്തിൽ അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ നാം ഈ കാണുന്ന ഇപ്പോൾ ട്രംപിന്റെ പുതിയ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അനിശ്ചിതത്വത്തിന്റെ ഫലമാണ് ഇപ്പോൾ ഈ സ്വർണ്ണവില വർദ്ധിക്കുന്നതിന്റെ കാരണമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അപ്പോൾ അത് യഥാർത്ഥ പറഞ്ഞോളൂ. അപ്പൊ സാമ്പത്തിക രംഗത്ത് പ്രതിസന്ധി വിട്ടുമാറുന്നില്ല. അത് തുടരുന്നിടത്തോളം കാലം സുരക്ഷിത നിക്ഷേപ മാർഗം ഏത് എന്നുള്ള അന്വേഷണം ഈ നിക്ഷേപകർ നടത്തും. അങ്ങനെ സ്വർണത്തിലേക്ക് തന്നെ അത് എത്തിച്ചേരുന്നു. അതുകൊണ്ടാണ് വില വർദ്ധിക്കുന്നത്. അപ്പോ ഇതിപ്പം നമുക്ക് ഈ അനിശ്ചിതത്വം കുറച്ചു നാൾ കൂടി തുടരുമെന്നാണ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വർണത്തിന്റെ വില അതുവരെ അല്പം വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ഈ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെയാണ് പല ജുവലറികളിലും നടക്കുന്നത്. ഈ സാധാരണക്കാരൊക്കെ നോക്കിയിരിക്കുന്നത് ഈ സ്വർണത്തിന് വില കുറയുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഈ സ്വർണത്തിന് വില കുറയുമോ എന്ന് കാത്തിരിക്കുന്ന പ്രേക്ഷകരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ സ്വർണത്തിന് വില കുറയാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? ഉടനടി സ്വർണത്തിന്റെ വില കുറയാനുള്ള സാധ്യത കുറവാണ്. സമീപ ഭാവിയിൽ അത് കുറയാനുള്ള സാധ്യത നമ്മൾ അത്ര കാണാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം ഈ സാമ്പത്തിക രംഗത്ത്, അന്തർദേശീയ സാമ്പത്തിക രംഗത്ത് പ്രതിസന്ധി തന്നെയാണ് നമ്മൾ കാണുന്നത്. അവിടെ കാര്യങ്ങൾ വലിയ രീതിയിൽ അനിശ്ചിതത്വത്തിൽ ആയിരിക്കുക തന്നെയാണ്. മാത്രമല്ല ഇപ്പോൾ US ഗവൺമെന്റിന്റെ സർക്കാർ കടപ്പത്രങ്ങളുടെ മുകളിലുള്ള കടപ്പത്രങ്ങളുടെ വിലയുടെ കാര്യത്തിൽ അതിനകത്ത് വർധനവ് വരാൻ പോവുകയാണ്. കാരണം US പലിശ നിരക്ക് കുറയ്ക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത്. അപ്പം US പലിശ നിരക്ക് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കടപ്പത്രങ്ങളിൽ അമേരിക്കൻ സർക്കാർ പുറത്തിറക്കുന്ന കടപ്പത്രങ്ങളിലുള്ള പലിശ നിരക്ക് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ വരുമാനം കുറയുന്നു എന്നല്ലേ അർത്ഥം. അപ്പൊ സ്വാഭാവികമായും കടപ്പത്രങ്ങളിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപം കുറയുകയും ആ നിക്ഷേപം കൂടി കൂടുതൽ വരുമാന സാധ്യതയുള്ള സ്വർണമടക്കമുള്ള ഈ അമൂല്യ ലോഹങ്ങളിലേക്ക് വഴിമാറി പോകാനുമല്ലേ സാധ്യത. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുന്ന ഈ സാമ്പത്തിക രംഗത്ത് ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് സൃഷ്ടിക്കുന്ന അനിശ്ചിതാവസ്ഥ കുറച്ചു നാൾ കൂടി തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഈ സമീപ ഭാവിയിൽ വില കുറയാനുള്ള സാധ്യത കുറവാണെന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും നാൾ നമ്മളൊക്കെ നോക്കിയിരുന്നത് ഈ 1 ലക്ഷത്തിലേക്ക് സ്വർണത്തിന് വില എത്തുമോ എന്നുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് എത്തിയിരിക്കുകയാണ്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന ഈ 1 ലക്ഷത്തിന് മേലെ എത്രത്തോളം ഈ സ്വർണത്തിന് വില പോകും എന്നുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന സാമ്പത്തിക വിദഗ്ധർ അതിനെക്കുറിച്ചുള്ള സൂചനകൾ പ്രധാനമായും നമ്മൾ നമ്മുടെ ഈ വ്യാപാര രംഗത്ത്, സാമ്പത്തിക രംഗത്തുള്ള ഈ സാഹചര്യങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാകുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് കരുതാൻ കഴിയൂ. ഡിസംബറോടെ ഈ ചർച്ചകളും ഒക്കെ തുടരുകയും ഒക്കെയാണല്ലോ. അപ്പോ താമസിയാതെ ഇപ്പോ ഈ അമേരിക്ക ഇപ്പം 100% ചുങ്കം
പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ 100% ചുങ്കവുമായിട്ട് തുടരുമെന്നല്ലല്ലോ അതിന്റെ അർത്ഥം. അത്തരം ഒരു പ്രഖ്യാപനത്തിന്റെ ലക്ഷ്യം ചൈനയെ ഒരു കൂടിയാലോചനകളുടെ മേശയിലേക്ക് കൊണ്ടുവരിക, അവിടെ ഒരു അനുയോജ്യമായ ഒരു സമവായത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു 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 ബാർഗെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ 100% ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു 2-3 മാസത്തിനകം ഒരു സമവായത്തിൽ എത്തുമെന്നും അതോടുകൂടി ഈ അന്തർദേശീയ വ്യാപാര രംഗത്തും സാമ്പത്തിക രംഗത്തുമുള്ള ഈ അനിശ്ചിതത്വത്തിന് ഒരു പരിഹാരമാകുമെന്നുമാണ് ഈ രംഗത്ത് സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നവരൊക്കെ വിലയിരുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഡിസംബർ മാസത്തോടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു അറുതി വരും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുവരെ ഡിസംബർ മാസം വരെ ഇതിന്റെ വില ഇങ്ങനെ വർദ്ധിക്കാൻ തന്നെയാണ് നമ്മളൊരു സാധ്യത കാണുന്നത്. ഏറ്റവും കുറഞ്ഞത് ജനുവരിയിലേക്കൊക്കെ എത്തുമ്പോൾ ഈ സാധാരണക്കാർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകുമോ? അങ്ങനെ നോക്കുകയാണ് ജനുവരിയിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകും എന്നുള്ളതാണ് കാണുന്നത്. കാരണം ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ഈ കാര്യങ്ങളിലൊക്കെ ഒരു സമവായം ഉണ്ടാകാനും ഒരു ചർച്ചകളുടെ ഫലമായിട്ട് ഒരു ധാരണ എത്തിച്ചേരാനും ഒക്കെയുള്ള ഒരു സാധ്യതയാണ് എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതോടുകൂടി, കാരണം ചൈനയെ സംബന്ധിച്ചാണെങ്കിലും ഇങ്ങനെ അനിശ്ചിതത്വം തുടരാനായിട്ട് ചൈനയ്ക്കും താല്പര്യമില്ലല്ലോ. അപ്പോൾ രണ്ടുപേർക്കും, ചൈനയായാലും അമേരിക്ക ആയാലും, അവർക്ക് അവരുടെ രണ്ടുപേരുടെയും സാമ്പത്തിക താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ധാരണ അവർക്കുണ്ടാക്കിയേ മതിയാവും. അതില്ലാതെ പോകുന്നത് രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചും ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു ഡിസംബർ മാസത്തോടുകൂടി ആ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകുമെന്നും, അങ്ങനെയാണെങ്കിൽ അതേ തുടർന്ന് ഈ അനിശ്ചിതത്വം കുറയുന്ന മുറയ്ക്ക് സ്വർണത്തിന്റെ വില വർധനവും അവസാനിക്കും എന്നാണ് നമുക്ക് കരുതാനായിട്ട് കഴിയുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.